കെ.സി. ഉമേഷ് ബാബുവിനോടൊപ്പം ടെലിഫോണിലാണ്. കെ.സി. ഉമേഷ് ബാബു, ജി സുധാകരന്റെ കാര്യത്തിൽ ഒരു അപ്രോച്ച് ഇഷ്യൂ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. CPM-ന് വേണമെങ്കിൽ കുറച്ചുകൂടി നയത്തിലും കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയുമായിരുന്നോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു പാർട്ടി നേതാക്കന്മാര് ജി സുധാകരനോട് കാണിച്ചിട്ടുള്ള ഒരു സമീപനത്തിന്റെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അങ്ങനെ വിചാരിക്കാൻ ഉള്ള ഒരു പ്രയാസം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം അടുത്ത കാലത്ത് ഒരു അപകടത്തെ തുടർന്നിട്ട് സർജറിയും പിന്നീട് വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചതാണ്. അപ്പൊ സമീപനത്തിന്റെ പ്രശ്നമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശ്രീ ജി സുധാകരൻ പ്രത്യയശാസ്ത്രപരമായിട്ട് നിലവിലുള്ള കേരള CPM നേതൃത്വത്തിൽ നിന്ന് പരമാവധി അകന്നിട്ടുണ്ട്. അതാണ് അതിന്റെ പിറകിൽ എത്ര കാലം ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ നിലപാടുമായിട്ട് CPM-നകത്ത് ശ്രീ ജി സുധാകരൻ എത്ര കാലം നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം VS-ന്റെ നിലപാടുകളെ പരസ്യമായിട്ട് നടത്തുക, അല്ലെങ്കിൽ ഈ പറയുന്ന നിലയിൽ പ്രത്യയശാസ്ത്രപരമായ ഒരു പഴയ സമീപനം, CPM-ന്റെ പഴയ കാലങ്ങളെ ഓർമ്മിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു സമീപനത്തിലാണ് അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നത്. അദ്ദേഹം പരസ്യമായി നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. മാധ്യമങ്ങളോടും ലോകത്തോടും അദ്ദേഹം നിരന്തരമായി പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ സംഘടനയാണ് പ്രധാനമെന്ന് കരുതുന്ന കേരളത്തിലെ ആയിരുന്നാലും പൊതുവെ ലോകത്ത് നാം കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയപ്പെടുന്നവർക്ക് സംഘടനയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംഘടനയും പ്രത്യയശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരാൾക്ക് പിന്നീട് സംഘടനയെ നിൽക്കാൻ കഴിയും. അപ്പൊ ഒരു സ്വാഭാവികമായ കാര്യമാണ് പ്രത്യയശാസ്ത്രമായ പരമായ അകന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ തുടരാനാകാത്തൊരു സാഹചര്യത്തിൽ എത്തുകയാണ്. അതില് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ഗോവിന്ദ മാഷൊക്കെ അക്കാര്യത്തിൽ ഏറ്റവും അസഹിഷ്ണുത നിറഞ്ഞ സമീപനമാണ് എല്ലാവരോടും പുലർത്താറുള്ളത്. അത് അദ്ദേഹത്തെ വ്യക്തിപരമായി മുറിവേൽപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സംഘടനാപരമായി ശരി. താങ്ക് യു കെ.സി. ഉമേഷ് ബാബു, താങ്കളുടെ നിരീക്ഷണത്തിന്. സംഘടനാപരമായി CPM എടുക്കുന്ന സമീപനത്തോടുള്ള കടുത്ത വിയോജിപ്പാണ് അകലത്തിന്റെ തുടക്കം സൃഷ്ടിക്കുന്നത് എന്നാണ്. പിന്നീട് അതിന് ആക്കം കൂട്ടുന്നതിൽ ഈ സമീപന പ്രശ്നവും ഒരു ഘടകമായി മാറിയിട്ടുണ്ടാകാം എന്നാണ്. ഫൈസൽ അസീസ് കൂടി എന്നോടൊപ്പം ആലപ്പുഴയിൽ നിന്ന്. ഫൈസൽ, പാർട്ടി വിടുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണോ സുധാകരൻ? ഏതായാലും ഈ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ടായിരിക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ജില്ലാ സെക്രട്ടറി R. നാസർ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരെയാണ് അദ്ദേഹം ശക്തമായി ആഞ്ഞടിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതായത് 63 വർഷമായി തന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് താൻ. കഴിഞ്ഞ 5 വർഷമായി ഒരു പരിപാടിക്ക് പോലും ഈ R. നാസർ, CPM ജില്ലാ സെക്രട്ടറി R. നാസർ തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ ജി സുധാകരനെ മത്സരിപ്പിക്കുമോ എന്നുള്ളൊരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരിഹസിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. 2026 മെമ്പർഷിപ്പ് അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ തുടങ്ങുന്നത്. അതായത് 2022 നിന്ന് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, തന്റെ പിതാവിനെ പോലും മുതിർന്ന ഒരു CPM-ന്റെ നേതാവ് തന്റെ പിതാവിനെ പോലും വലിയ രീതിയിൽ പരിഹാസപ്പെടുത്തുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത്രയും അവഗണനയും പരിഹാസങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് താൻ ആ പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും പാർട്ടിക്ക് എതിരെയാണ് അദ്ദേഹം നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ സ്ക്രൂട്ടണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടെയാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ തന്നെ പരസ്യമായി രംഗത്ത് വരുന്നത്. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിലും അദ്ദേഹം ആ ആഗ്രഹത്തെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. അതിനിടെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പേര് ചില നേതാക്കൾ പരാമർശിച്ചുവെങ്കിലും അതൊന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെവിക്കൊണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ മുതിർന്ന നേതാക്കളെ ആരും മത്സരിപ്പിക്കുന്നില്ല എങ്കിലും മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പരസ്യമായി തന്നെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ടായിരുന്നു. ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കെതിരെ തന്നെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. നിഷാദ്, ജി സുധാകരൻ അദ്ദേഹം പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്.
എന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടി വിടുകയാണെന്ന് മനസ്സിലാക്കണം. പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള പരിപാടിയുമായി സഹകരിക്കുന്നില്ല എന്നറിയിക്കുന്ന അദ്ദേഹം ഈ പാർട്ടിയിൽ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന നേതാക്കൾക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ജി സുധാകരനെ പോലെ നേതാവ് 10-60 വർഷക്കാലം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ, CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന ഒരാൾ, മുൻ മന്ത്രിയായിരുന്ന ഒരാൾ, പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലുണ്ടായിരുന്ന ഒരാൾ, ആലപ്പുഴയിലെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്ന ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി ബാന്ധവം അവസാനിപ്പിക്കുകയാണ്. ടെക്നിക്കലി മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ആശയാടിത്തറയിൽ ഉറച്ച ജനലക്ഷങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്നതിനുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്